നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് വള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി കറണ്ട് ഒരു സിറ്റുവേഷൻ എന്താണ്, വരും ദിവസങ്ങളിലായാലും ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ വിദഗ്ധമായിട്ട് നമുക്ക് ട്രേഡുകൾ നമുക്ക് മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെ ഇന്നലെ പറഞ്ഞത് ശ്രദ്ധിക്കുക. ഇന്നലെ പറഞ്ഞിരിക്കുന്ന വീഡിയോ കാണാത്തവർ ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു കാര്യങ്ങൾ തന്നെ കാണാനായിട്ട് സാധിക്കും. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 22,050 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ ആ ക്യാൻഡിലിന്റെ ലോ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഇൻട്രാഡേയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൽ പറഞ്ഞതാണ്. അപ്പോൾ എപ്പോഴും റൈറ്റ് ഒരു സപ്പോർട്ടിൽ നിന്നായിരിക്കണം എപ്പോഴും നല്ലൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് സ്റ്റിൽ ബൈ ട്രെൻഡിൽ തന്നെയാണ്. പക്ഷേ 22,050 താഴത്തേക്ക് നിഫ്റ്റി നിലനിർത്തി കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യതയുണ്ട്. നിഫ്റ്റി 22,050 താഴത്തേക്ക് നിലനിർത്തിയതിന് ശേഷം നിഫ്റ്റിയിൽ സംഭവിച്ചു നോക്കുക. നിഫ്റ്റിയിലായാലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാള് വന്നിരുന്ന ലോ 21,969. അപ്പൊ എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റിന്റെ ആ ഒരു മൂവ്മെന്റ് നമ്മൾ ക്യാച്ച് ചെയ്ത് നോക്കുക. അപ്പൊ എപ്പോഴും ആ ഒരു വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒരു സ്കിപ്പ് ചെയ്ത് കാണാതെ പറയുന്ന ഒരു ട്രേഡ് പ്ലാൻ കൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ പറഞ്ഞായിരുന്നു, ഡെയിലി കാൻഡിൽസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ, ഡെയിലി ടൈം ഫ്രെയിമിലെ കാൻഡിൽസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലെ ആ ക്യാൻഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ സൂചിപ്പിച്ചതാണ്, ബാങ്ക് നിഫ്റ്റി ഇത് റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ ഈ റെസിസ്റ്റൻസിന് മുകളിൽ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഫർദർ ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് സാധ്യത. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ വളരെ കൃത്യമായിട്ട് നമ്മളത് സൂചിപ്പിച്ചിരുന്നതാണ്. അതിനൊരു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് അടിസ്ഥാനമാക്കിയായിരിക്കണം നമ്മളൊരു ട്രേഡുകൾ മാനേജ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും വർക്ക് ചെയ്ത് നോക്കുക. ഒരു സപ്പോർട്ട്, ആ ഒരു യെല്ലോ ലൈനിൽ വർക്ക് ചെയ്ത ഒരു സപ്പോർട്ടിന്റെ ഒരു പവർ ശ്രദ്ധിക്കുക. റൈറ്റ് ഒരു സപ്പോർട്ടിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റി ഗ്യാപ് ഡൗൺ വന്നതിന് ശേഷം ബൗൺസ് ചെയ്തിരുന്നത്. ഇതൊരു റെസിസ്റ്റൻസ് ആണ്. പക്ഷെ ഇതിന്റെ ഒരു മുകളിൽ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു, മാക്സിമം സ്റ്റോപ്പ് ലോസ് വളരെ ചെറിയൊരു റേഞ്ച് സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നുള്ളൂ. കാരണം ഇതിന്റെ മുകളിൽ ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് ഇനി അടുത്തൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മാനേജ് ചെയ്യേണ്ട രീതി നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഓരോ ദിവസം നൽകുന്ന വീഡിയോസിലായാലും ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യേണ്ട ഒരു പ്ലാനുകൾ മാർക്കറ്റിന്റെ മൂവ്മെന്റും മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചർ, ട്രെൻഡ്, വോളറ്റാലിറ്റി ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഓരോ സപ്പോർട്ടും റെസിസ്റ്റൻസും നൽകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, വൈഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതിനുശേഷം ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ട് നോക്കുക, വീണ്ടും ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്തു. അപ്പോൾ റൈറ്റ് ഒരു സപ്പോർട്ടായിട്ട് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് ഇത് തന്നെയാണ്. ഇതാണ് റൈറ്റ് ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ നിന്നിരുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് നിഫ്റ്റിയിലും 22,050 ആ ഒരു റൈറ്റ് ഒരു സപ്പോർട്ടായിട്ട് നിലനിർത്തിയിരുന്നത്. 22,050 ഒരു താഴത്തേക്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്കാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ കുറച്ചൊരു ഡേഞ്ചർ ആണ്. പക്ഷെ നിഫ്റ്റിയുടെ ട്രെൻഡ് സ്റ്റിൽ പോസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നിഫ്റ്റിയുടെ ട്രെൻഡ് ഇപ്പോഴും നെഗറ്റീവ് സെന്റിമെന്റിലേക്ക് കടന്നിട്ടില്ല. ഇതൊരു ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ്. എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ്, അതേപോലെ തന്നെ പറയുന്ന ഒരു പ്ലാനുകൾ അതനുസരിച്ച് ട്രേഡ് ചെയ്താൽ എക്സാക്റ്റ് ആയിട്ട് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. നിഫ്റ്റിയിലായാലും നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന ലെവൽ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. അതായത് 22,050 ഒരു മുകളിലേക്ക് ഒരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ ചെറിയൊരു ടൈം ഫ്രെയിമിലെ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ ഹയർ ലെവലിലേക്ക് പോകും തോറും ഹയർ ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസുകൾ ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്നു എന്ന് അറിയില്ല. നിഫ്റ്റിയുടെ റെസിസ്റ്റൻസുകൾ പറയാം. ഇൻ കേസ് ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് മൊമെന്റം കിട്ടണമെങ്കിൽ റെസിസ്റ്റൻസിനെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകണം. റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് പോകണം. ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് കാണുന്നത് 22,100, അതുപോലെ തന്നെ 22,110. അപ്പോൾ നിഫ്റ്റിയിലും ഹയർ ലെവലിൽ ഈ രണ്ട് റെസിസ്റ്റൻസുകളുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 22,050 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതാണ് സ്ട്രോങ് ആയിട്ടുള്ള സാധ്യത മാർക്കറ്റിൽ കാണുന്നത്. പക്ഷെ ലോവർ ലെവലിൽ സപ്പോർട്ട് ഉണ്ട്. സപ്പോർട്ട് എത്തുന്ന സമയത്ത് ഷോർട്ട്സ് ആൻഡ് പൊസിഷൻ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കാം.
22,010 സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യുക. വീണ്ടും ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാലാണ് അടുത്തൊരു ബൈ സെന്റിമെന്റിൽ നിഫ്റ്റിയിൽ കാണുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ ധൈര്യമായിട്ട് ബൈര ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈപ്പിൽ കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 22,100 എത്തുന്ന ഒരു സമയത്ത് ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ റെസിസ്റ്റൻസിന്റെ മുകളിൽ ഓപ്പൺ ചെയ്താലും ബൈര ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി 22,100 താഴോട്ട് ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അതുപോലെ തന്നെ ലോവർ ലെവല് 21,930 സപ്പോർട്ട് ഉണ്ട്, 21,875 സപ്പോർട്ട് ഉണ്ട്. ഇത് രണ്ടാണ് നിഫ്റ്റിയിലെ ലോവർ ലെവലിലെ സപ്പോർട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് യെല്ലോ ലൈൻ ശ്രദ്ധിക്കുക. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലെവലാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. സപ്പോർട്ട് ഇത് തന്നെയാണ് വരുന്നത്, 48,020. ഇപ്പോൾ 48,020 ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാൻഡിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഷോർട്ട്സ് തന്നെയാണ് സാധ്യത, അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരെ എത്താനായിട്ട് സാധ്യതയുണ്ട്. ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ടിൻ്റെ ഒരു മുകളിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ബൈയുടെ ഓപ്പർച്യൂണിറ്റി ആയതൊരു 15 മിനിറ്റിന് ശേഷം കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ മാക്സിമം സ്റ്റോപ്പ് ലോസ് 48,020 ആണ്. ഈ ഒരു ലെവലിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഇടേണ്ട സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഹയർ ലെവൽ നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഈ റെസിസ്റ്റൻസ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു മുകളിലത്തെ ലെവലിൽ ഡിലീറ്റ് ആക്കുന്നുണ്ട്. 48,300 ആയിട്ട് മാറും. ഹയർ ലെവൽ റെസിസ്റ്റൻസ് 48,300, 48,240. ഇത് രണ്ടാണ് ഹയർ ലെവല് ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് വരുന്നത്. ഈ ഒരു ലെവലിൽ നിന്നാണെങ്കിൽ 48,110 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈമിൽ യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റോപ്പ് ലോസ് മാക്സിമം ഈ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ടാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ബാങ്ക് നിഫ്റ്റി ആയാലും സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. അതായത് ഓപ്പണിംഗ് തന്നെ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ അടുത്തൊരു സപ്പോർട്ട് 47,940 ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. 47,885 ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രേഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു യെല്ലോ കളറിലാണ് റെസിസ്റ്റൻസോ സപ്പോർട്ടോ നൽകിയിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷെ വേറെ സാധാരണ രീതിയിലാണ് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നമ്മൾ നൽകുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ റെസിസ്റ്റൻസ് ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈയുടെ മൊമെന്റം സ്ട്രെങ്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ ലോവർ ലെവൽ സപ്പോർട്ട് 47,730 ആണ്. 730 ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ശ്രദ്ധിക്കുക, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നത്, സപ്പോർട്ട് ഒരു മുകളിലാണോ. ജസ്റ്റ് ഒരു 5 മിനിറ്റിന്റെ ഒരു ക്യാൻഡിൽ വെച്ച് തന്നെ ഒന്ന് നോക്കുക. രാവിലത്തെ ഒരു ഓപ്പണിങ് എവിടെയാണോ സപ്പോർട്ടിലാണ്. ബൈക്കാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ടാണ്, റൈറ്റ് ഒരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ടാണ്. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്നതാണ്. പറയുന്ന ഒരു ട്രേഡിംഗ് പ്ലാനും കൂടി ശ്രദ്ധിക്കുക. മാർക്കറ്റ് ട്രേഡ് ചെയ്യാനായിട്ട് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അറിയണം. മാർക്കറ്റ് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഓരോ ട്രേഡിംഗ് പ്ലാനുകളും നൽകുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കൺസെപ്റ്റിലായാലും മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്താലും മുകളിലേക്ക് പോയി അവസാനത്തെ ഒരു സെക്ഷനിൽ താഴോട്ട് ബ്രേക്ക് ചെയ്ത് അങ്ങനെയാണ് ആ ഒരു റെഡ് കളർ ക്യാൻഡിൽസ്റ്റിക്ക് ഫോം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു റെഡ് കളർ ക്യാൻഡിൽസ്റ്റിക്ക് ഫോം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ പെട്ടുപോകാതിരിക്കാൻ, അതായത് ബൈ പൊസിഷൻ എടുത്ത് ആ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ രാവിലത്തെ സെക്ഷനിലെ ഈ ഒരു ലോ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ കയ്യിലുള്ള ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ പറയുന്നത്. മാർക്കറ്റിലെ അവസരങ്ങളായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വിലയേറിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.